ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ സിനിമ റിവ്യൂസ്, തിയേറ്റർ റിവ്യൂസൊക്കെ ആയിരിക്കും മാക്സിമം ഇടാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ലുലു മോളിൽ PVRലാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. PVRൽ വീണ്ടും JSK കാണാനാണ് വന്നിരിക്കുന്നത്. JSK വീണ്ടും കാണാനുണ്ടായിരുന്നൊന്നും ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇത് പക്ഷേ കൂട്ടുകാരനെ വിളിച്ചു, അവന് കാണണം, അതുകൊണ്ട് തന്നെ കൂടെ പോയെന്നുള്ളൂ. അപ്പോൾ ഞാൻ ADC നോക്കിയപ്പോൾ ഷോ ഇല്ല, ADCയിൽ നോക്കിയപ്പോൾ ഷോ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലുലു മോളിൽ വന്നത്. ലുലു മോളിൽ മാത്രമേ ആകെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഡയറക്റ്റ് ലുലു മോളിൽ വന്നത്. അല്ലെങ്കിൽ ഞാൻ PVRൽ വന്ന് സിനിമ കാണൂലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ PVRൽ കാണുന്നതിനേക്കാളും എന്തുകൊണ്ട് ലാഭമായിരുന്നു ADC കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി തരുന്നുണ്ട് ADC ഫ്ലെക്സ്. PVRൽ ഒരു 170 രൂപ കൊടുത്താൽ പോലും അതിൻ്റെ സീറ്റ് ക്വാളിറ്റി ഒന്നും നമുക്ക് അത്രയും വെർത്തല്ല 170 രൂപയ്ക്ക്. അതുപോലെ തന്നെ സ്ക്രീനാണെങ്കിൽ പോലും ചെറുതായിരിക്കും. നമുക്ക് ഒരു 170 രൂപയ്ക്ക് കൊടുക്കണതിൻ്റെ ഒരു വില എനിക്ക് PVRൽ കിട്ടിയിട്ടില്ല. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒന്ന് സിനിമ കാണുന്നത്. എന്തായാലും ഞാൻ ഫസ്റ്റ് ഇടുന്ന വീഡിയോ അല്ലേ PVRൻ്റെ, അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് തന്നെ PVRൻ്റെ കൃപയിലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലുലു മോളിൽ എങ്ങനെയാണെന്നുള്ള ആംബിയൻസും ലൈറ്റ് സെറ്റപ്പും എങ്ങനെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിന്ന് OD 8ലാണ് വന്നിരിക്കുന്നത് JSK കാണാൻ. അപ്പോൾ നമുക്കിനി എന്ത് പറയാം, എൻ്റെ തിയേറ്ററിൻ്റെ ആംബിയൻസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമുക്ക് ലക്സ് സ്ക്രീൻ വരുന്നത്. നമുക്ക് ഏറ്റവും പ്രീമിയം സെക്ഷൻ ഇവിടുത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ലക്സ് ആണെന്ന് പറയാം. നമുക്ക് ടിക്കറ്റ് ചാർജിന് 560 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ്സിൽ 4DX IMAX ഒക്കെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. ഈ 3 സെക്ഷനും നല്ല ഹൈ റേറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ അത്രയും ക്വാളിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ അവിടെ കയറിയിട്ടില്ല, പക്ഷേ IMAXന് ഒരു ദിവസം ട്രെയിലർ സ്ക്രീമിംഗ് ഷോയിൽ ഒരു ദിവസം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു, ആ സീറ്റ് ക്വാളിറ്റിയൊക്കെ. പക്ഷെ എന്നാലും ഒരു മൂവി കാണണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. ഒരു മിനിമം ഒരു 500 രൂപയെങ്കിലും ആണ് ഒരു സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലോബി വരുന്നത്. കയറുമ്പോൾ തന്നെ നമുക്ക് ചുറ്റിനും തന്നെ 8 സ്ക്രീനുണ്ട്. നമുക്ക് ഫസ്റ്റ് 2 സ്ക്രീൻ വരുന്നത് IMAX ലക്സ് ഒക്കെയാണ്. OD 1 OD 2 ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ബാക്കി 3 തൊട്ടാണെന്ന് തോന്നുന്നു ഈ സെക്ഷനിൽ വരുന്നത്. 3 തൊട്ട് നമുക്ക് സാധാ സെക്ഷൻ സീറ്റൊക്കെ വരുന്നത്. എന്നാലും ഓരോ സമയത്തും നമുക്ക് ഓരോ വേരിയേഷൻ റേറ്റ് വരും ഓരോ സ്ക്രീനിലും. അത് ഓരോ മൂവി ഡിപ്പെൻസ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളിന്ന് OD 8ലായതുകൊണ്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് 170 ആയിരുന്നു സ്റ്റാർട്ടിംഗ് റേറ്റ്. അപ്പോൾ OD 8 നമുക്കിതാണ് സ്ക്രീൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി തിയേറ്ററിൻ്റെ അകത്ത് എങ്ങനെയുള്ള ആംബിയൻസ് ഒക്കെ നോക്കാം. നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് തീമിലാണ് നമുക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ആർടെക് സിനിമാസ് ഇല്ലേ, ആ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർടെക്കിനേക്കാൾ കുറച്ചും കൂടെ ഒരു പുതുമ തോന്നുന്നുണ്ട്. പക്ഷേ സീറ്റ് ക്വാളിറ്റി ഒന്നും വലിയ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു സെക്ഷൻ സീറ്റ് തന്നെയാണ് ബാക്കിലുള്ളത്, ബ്ലാക്ക് സെക്ഷൻ. പക്ഷേ അതിന് 210 റേറ്റ്. എന്തുകൊണ്ടാണ് 210 കൊടുത്തത് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. ഒരു സെക്ഷൻ ഓരോ ദൂരം അനുസരിച്ചാണെന്ന് തോന്നുന്നു സീറ്റിൻ്റെ റേറ്റ് വരുന്നത്. സീറ്റിൻ്റെ ക്വാളിറ്റി ഒന്നും കൊള്ളില്ല, കണ്ട കീറിയൊക്കെ ഇരിക്കുന്ന PVRൽ. എന്നാലും എൻ്റെ PVR ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. PVR ഒക്കെ വലിയ ബ്രാൻഡല്ലേ, എന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഞാൻ ഇരുന്ന ജസ്റ്റ് ഇങ്ങനെ കീറിയിട്ടുണ്ടായിരുന്നു. എന്നാലും സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യനുള്ളൂ, അല്ല വലിയ കേമോ എന്ന് എനിക്ക് തോന്നിയില്ല ഈ സ്ക്രീനിൽ. അതുപോലെ തന്നെ ഒരു പെട്ടിക്കൂടിനകത്ത് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി, കാരണം സ്ക്രീൻ വളരെ ചെറുതായിരുന്നു. അപ്പോൾ എല്ലാ സ്ക്രീനിലും ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയണ്ട. ഞാൻ ആകെപ്പാടെ OD 8ൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അതിന് മുമ്പ് OD 7 ആണെന്ന് തോന്നുന്നു. ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് OD 7. അപ്പോൾ മിക്ക സ്ക്രീൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതാണ് OD 5 വരുന്നത്. OD 7 നമുക്കിപ്പോൾ OD 8ലാണ്. അപ്പോൾ ഇതുപോലെ ചുറ്റിനുമാണ് നമുക്ക് ഓരോ സ്ക്രീനുകൾ വരുന്നത്. 2 തൊട്ട് 9 വരെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കഫറ്റീരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയുക, ഫുൾ ഹൈ റേറ്റാണ് സാധനങ്ങളൊക്കെ. നമുക്ക് ADC ഫ്ലെക്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഫാർ ഹൈ പ്രൈസറാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ആംബിയൻസൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നടന്നു വരുന്ന ലോബിയും ലൈറ്റ് സെറ്റപ്പൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു മൂവി എൻജോയ് ചെയ്യാൻ മാത്രം തിയേറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. എനിക്ക് പേഴ്സണലി അങ്ങനെ വർക്കായില്ല. കാരണം 170 രൂപയ്ക്ക് കിട്ടുന്നതിൻ്റെ സീറ്റ് ക്വാളിറ്റി ഒന്നും അവിടെ ഇല്ല. കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൻ്റെ അകത്ത് കുറച്ചും കൂടെ സീറ്റ് ക്വാളിറ്റി കൊടുക്കായിരുന്നു. ഇവന്മാർ കയറി വരുമ്പോൾ മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഈ സംഭവമൊക്കെ നല്ല ഗംഭീരമെന്ന് തന്നെ പറയാം. കാരണം ഈ ലോബിയും ആ പോപ്കോൺ സെൻറ്ററും കഫറ്റീരിയ സെൻറ്ററൊക്കെ നല്ല രീതിയിൽ നല്ല ലക്ഷറി സെറ്റപ്പിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ലൊരു അട്രാക്റ്റീവ് ആവുന്നുണ്ട്. JSK
ഈ മുകളിൽ കറങ്ങാൻ വരുന്ന ഒരാൾക്ക് സമയം പോകാൻ വേണമെങ്കിൽ സിനിമ ഒന്ന് കാണാം. അല്ലാത്ത പക്ഷം റേറ്റ് കുറച്ച് ഹൈ ആണ്. അതുപോലെ തന്നെ സീറ്റ് ക്വാളിറ്റിയും കുറച്ചും കൂടെ നന്നാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ വോക്ക് കൊണ്ട് നടന്നിട്ടൊക്കെ വരാം. അങ്ങോട്ട് മ്യൂട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം വീഡിയോ ആയിരിക്കും. അത് കണ്ടിട്ട് നമുക്ക് പകുതി അടുത്താകുമ്പോൾ വീഡിയോ വീണ്ടും തുടങ്ങാം. എനിക്ക് വേറെ ഒരു PVR ലുലുവിൽ ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഗുഹയ്ക്കകത്തൂടെ ഇറങ്ങിപ്പോകുന്നു. ആ വഴി ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. ആദ്യം വരുന്ന ഒരാളാണെങ്കിൽ വഴി മൊത്തത്തിൽ തെറ്റിപ്പോകും. നമുക്ക് ചില സിനിമയിലൊക്കെ കാണുമ്പോൾ ആ ഡയലോഗ് നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരും. സത്യം പറഞ്ഞാൽ ആ ഒരു എക്സിറ്റ് വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം പറയല്ലേ, ആദ്യം വരുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ എങ്ങോട്ടാ എവിടെ എന്താണെന്നൊന്നും മനസ്സിലാവില്ല. ഈ ഒരു ഗുഹയാണ് ആദ്യം പറഞ്ഞത്. ആദ്യം വരുന്ന ഒരാളാണെങ്കിൽ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഏത് വഴി ഇറങ്ങണം എവിടെ പോകണമെന്ന് ഒന്നും അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ തെറ്റിപ്പോവും. ഏത് വഴി പോയാൽ എവിടെ എത്തുമെന്ന് ആർക്കറിയാം. അതുപോലെ തന്നെ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ ഒരു മെയിൻ വാതിൽ തുറക്കുമ്പോൾ ഒരു വെളിച്ചം കിട്ടും. അത് സത്യം പറഞ്ഞ എന്തോ ഒരു സ്വർഗം കിട്ടിയ ഒരു ഫീലാണ്. അതായത് ഇത്രയും നേരം ഇരുന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു വെളിച്ചം കിട്ടുമ്പോഴുള്ളൊരു ഫീൽ അത് വേറെ ലെവൽ തന്നെ. അതായത് ഇത്രയും 2.5 മണിക്കൂർ നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഉള്ള ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതാണ്ട് ഈ ഒരു വെളിച്ചം അതാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരാകെ സന്തോഷം എന്ന് പറഞ്ഞാൽ. അങ്ങനെ കണ്ടിറങ്ങി PVR സൂപ്പർ പ്ലെക്സ് തിയേറ്റർ കൊള്ളാം. പക്ഷേ ഒരു ഹൈ റേറ്റ് സീറ്റ് ക്വാളിറ്റി അതിൻ്റെ അത്രയും കൊടുക്കായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് തിയേറ്ററൊക്കെ ഗംഭീരം തന്നെ. പക്ഷേ ഇത്രയും ഹൈ റേറ്റഡ് വരുമ്പോഴാണ് നമുക്ക് അവിടെ പോകാൻ തന്നെ മടി വരുന്നത്. നമ്മൾ അതിനായിട്ട് ഇവിടെ നിന്ന് ആരും അങ്ങനെ പോകില്ല. മുകളിലുള്ളവരങ്ങനെ കറങ്ങി പോകുന്നതല്ലാതെ ആരും അങ്ങനെ പോയി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ പോകുന്നവരുണ്ട്, പക്ഷേ എന്നാലും മിനിമം എല്ലാവരും ഇങ്ങനത്തെ ഏരിയസ് ഫ്ലെക്സോ അങ്ങനെയൊക്കെ പോകാൻ നോക്കുള്ളൂ. ഞാൻ തന്നെ ഏരിയസിൽ പോകാൻ നോക്കുള്ളൂ. പക്ഷേ ഏരിയസിൽ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒന്ന് കാണാൻ വിചാരിച്ചത്. എന്നാലും പുതിയ സ്ഥലത്ത് വരികയല്ല, എന്നാൽ വീഡിയോ കൂടെ എടുക്കാൻ വിചാരിച്ച് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ലുലു മോളിൽ ജസ്റ്റ് ഒന്ന് ഫുൾ കറങ്ങാം. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പകുതി മ്യൂട്ടായിരിക്കും, എന്നാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറയാം. അങ്ങനെ കേസ് നമ്മളിത് രാവിലെ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു ലുലു മോളിൽ. ആ സിനിമയ്ക്ക് വരുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ച് സിനിമ കണ്ടിട്ട് കഴിക്കാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അതുപോലെ നമ്മൾ വിചാരിച്ചായിരുന്നു എവിടെ വേണമെങ്കിലും പോയി ഇരുന്ന് കഴിക്കാൻ സീറ്റ് ഉണ്ടല്ലോ എന്ന്. പക്ഷേ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ അതേമാതിരി ഒരു പൂരപ്പറമ്പിൻ്റെ ആൾക്കാരുണ്ട് ലുലു മോളിൽ. ഈ കേരളത്തിലുള്ള എല്ലാവരും ലുലു മോളിൽ തന്നെ സമയം കളയാൻ വേണ്ടി എല്ലാവരും വരുന്ന ആകെപ്പാടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ലുലു മോളിൽ. പക്ഷേ ആരും വന്ന് വാങ്ങിക്കില്ല. കാരണം ഞാനൊന്നും ലുലു മോളിൽ വരുന്നത് ജസ്റ്റ് കറങ്ങാൻ മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് വാങ്ങിക്കാൻ നോക്കിയ ഡബിൾ ഇരട്ടിയാണ് ചാർജ്. ആകെപ്പാടെ ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ ലാഭമുള്ളൂ. ഇവിടെ ഫുഡ് കോർട്ടിൽ എല്ലാ റേറ്റിലും നമുക്ക് ഒരു ഒരു ഫിക്സഡ് പ്രൈസിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു 240-50 രൂപ എക്സ്ട്രാ ആവും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ എക്സ്ട്രാ ചാർജ് കൊടുക്കുന്ന സ്ഥലമായതുകൊണ്ട് മിക്കവാറും എക്സ്ട്രാ ചാർജ് ആവും. ആകെപ്പാടെ ലാഭം കിട്ടണമെന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എവിടെ നിന്ന് സാധനം വാങ്ങിച്ചാലും ഡബിൾ ഇരട്ടിയാണ് പ്രൈസ്. അത് ബില്ല് കാണുമ്പോഴത്തേക്ക് നമുക്ക് തല ഇറങ്ങും. അതുപോലെ തന്നെ രാവിലെ വന്നപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഒരു ഒറ്റ മനുഷ്യരില്ല. നമ്മൾ സിനിമ കാണാൻ വരുന്നവരല്ലാതെ ഒരു ലുലുമുള്ള ആളില്ല. ഈ സിനിമ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് പൂരപ്പറമ്പിൽ എവിടെ നോക്കിയാലും ആൾ തന്നെ. എവിടെ பார்த்தாലും ആൾക്കാരെന്ന് പറയുന്ന പോലെ എവിടെ ഒരു ക്യൂവിലൊക്കെ നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും മിനിമം നിൽക്കണം ഒരു ബില്ലടിക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളായിരുന്നു ലുലു മോളിൻ്റെ വീഡിയോ. ഇതിനെ സിനിമ റിവ്യൂ എടുത്തതല്ല, ഇവിടെ വന്നുകൊണ്ട് PVRൻ്റെ വീഡിയോ റിവ്യൂ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ എടുത്തതന്നേ ഉള്ളൂ. എന്നാലും സംഭവം ആംബിയൻസ് വൈസൊക്കെ നോക്കുമ്പോൾ നമുക്ക് വെറുതെന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ബില്ല് കാണുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം വയറ് നിറയും. സിനിമ കാണാൻ വരുന്ന ഒരാൾക്ക് മൊത്തത്തിൽ വയറ് നിറഞ്ഞ അയാൾ പോവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പോപ്കോൺ വാങ്ങിക്കണമെങ്കിൽ തന്നെ നല്ലൊരു ഹൈ റേറ്റാണ്. ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോക്കുമ്പോൾ നമുക്ക് ആംബിയൻസ് വൈസൊക്കെ കൊള്ളാം. അതുപോലെ തന്നെ തിയേറ്റർ ക്വാളിറ്റി സീറ്റൊക്കെ കുറച്ചും കൂടെ മെച്ചോർഡാക്കാം. കാരണം കുറച്ചും കൂടെ കുഷൻ ടൈപ്പാണ്. നമുക്ക് ഇതിനേക്കാളും നമ്മുടെ സാധാ തിയേറ്ററിൽ പോലും നല്ല സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതുപോലത്തെ സീറ്റിങ്ങൊക്കെ കുറച്ചും കൂടെ രീതിയിൽ മോഡേണായിട്ട് കൊണ്ടുവന്ന നന്നായിരുന്നു തന്നെ. അതെൻ്റെ ഒരു ഒപ്പീനിയനാണ്, എൻ്റെ മാത്രം ഒപ്പീനിയൻ. അപ്പോൾ നമുക്കിനി ലുലു മോളിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാണ് പുറത്തു നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നു റിവ്യൂ എടുത്തു PVRൻ്റെ, അങ്ങനെ വന്ന് പോവുകയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട്
നമുക്കിനി വീഡിയോ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലുലുമോൾ സൈഡിൽ തന്നെ ഒരു മേൽപ്പാലമുണ്ട്, പെഡസ്ട്രിയൻ ഒരു ബ്രിഡ്ജുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. അത് ഗംഭീരമെന്ന് തന്നെ പറയാം. ഈ ഒരു മഴക്കാറും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ആംബിയൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വെയിലില്ല, ആ ഒരു ചൂടില്ല, നല്ല രീതിയിൽ തണുപ്പുണ്ട്. അതുപോലെ താഴെ വണ്ടികൾ പോകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചിലവർക്ക് പേടിയാവും. എനിക്ക് കുറച്ച് പേടിയായി, കാരണം ഈ ഹൈറ്റ് പേടിയുണ്ട്. അതുകൊണ്ട് ഈ നടക്കുമ്പോൾ തന്നെ പേടിച്ച് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ സെറ്റപ്പൊക്കെ നല്ല ഗംഭീരമെന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ ആ ലുലുമോളിൻ്റെ ലുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊച്ചി ലുലുമോളിലും കയറിയിട്ടുണ്ട്, പക്ഷേ കൊച്ചി ലുലുമോളിനെക്കാളും വലുതാണ് ട്രിവാൻഡ്രം ലുലുമോൾ. പക്ഷേ എനിക്കെന്തോ കൊച്ചി ലുലുമോളാണ് ഒരു പിടി കൂടുതൽ ഇഷ്ടം. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയുണ്ട്. പക്ഷേ ഇവിടുത്തെ കൊള്ളൂലെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ടു കൊച്ചി വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൊച്ചിയാണ് എനിക്ക് ഒരു പിടി കൂടുതൽ ഇഷ്ടം. ഇതും കൊള്ളൂലെന്നല്ല, ഇതും ഇഷ്ടം തന്നെ. പക്ഷേ എനിക്ക് കൊച്ചിയിലെ ലുലുമോളാണ് എനിക്ക് കുറച്ചും കൂടെ അട്രാക്റ്റ് ആയിട്ട് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ട് ഒരു വെൽ പ്ലാൻഡാണ്. അവിടെ എല്ലായിടത്തും ഇരിക്കാൻ സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കാനായിട്ട് സ്ഥലമില്ല. ആകെ ഇരിക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ മേളിൽ ആ സ്ഥലത്ത് മാത്രം, നമ്മുടെ ഫുഡ് കോർട്ടിൽ മാത്രമേ ഇരിക്കാൻ സ്ഥലമുള്ളൂ. ഈ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സീറ്റിംഗ് ഉണ്ടെങ്കിൽ പോലും വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഒരു നടന്ന് ക്ഷീണിച്ച് നമുക്ക് ഇരിക്കാനായിട്ട് സീറ്റ് നോക്കി അങ്ങനെ സീറ്റ് കാണില്ല. അതുകൊണ്ട് അങ്ങനത്തെ കുറേ ഡ്രോബാക്കുകളേ ഉള്ളൂ. അല്ലാതെ വെച്ച് നോക്കുമ്പോൾ സംഭവം കൊള്ളാം. പക്ഷേ കൊച്ചി ലുലുമോളാണ് എനിക്കിഷ്ടം. ഇത് കൊള്ളില്ലെന്നല്ല, ഇത് കൊള്ളാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട്ട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഇതൊരു മൂവി റിവ്യൂ അല്ലായിരുന്നു, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കിനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ വരുന്ന സിനിമ റിവ്യൂസൊക്കെ ഇടാൻ നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ഓഗസ്റ്റ് 14 ആണെന്ന് തോന്നുന്നു കൂലി. അപ്പോൾ അന്നും കൂലിയും വാർ 2 ഇടാൻ നോക്കാം. അപ്പോൾ നമുക്കിനി അന്ന് കാണാം. അന്ന് മിക്കവാറും ഏരിയസിൽ ഞാൻ പോകുള്ളൂ. അപ്പോൾ നമുക്കിനി അന്ന് കാണാം. ബൈ. എൻ്റെ വീഡിയോ കാണാത്ത ഒരാൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട്ട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും.